ഹലോ ഓൾ വെൽക്കം ടു എക്സാം ബൈ യൂണിവേഴ്സൽ JEE ചാനൽ. ഡിഫറെൻറ്റ് എക്സാമുകളെക്കുറിച്ചും ഡിഫറെൻറ്റ് കോളേജുകളെക്കുറിച്ചൊക്കെ പറയുന്ന നമ്മുടെ വീഡിയോ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസർ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് കോളേജുകളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ IIT കുറിച്ചും NITസിനെ കുറിച്ചും ബിറ്റ്സാറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതുപോലെ IASയെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഇന്ത്യയിലെ മേ ബി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒരാളാണ് ഐസറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് അന്വേഷിക്കാം എന്താണ് ഐസറുകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, അത് ഒന്നൊന്നല്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഐസർ എന്ന പേരിൽ, ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പോൾ സയൻസ് പ്യുവർ സബ്ജക്റ്റുകൾ, പ്യുവർ സയൻസസ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി പോലുള്ള പ്യുവർ സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് അതിൽ റിസർച്ച് ചെയ്ത് മുന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഐസറുകൾ ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ IITസിലും NITസിലൊക്കെ പറയുന്നത് പോലെ തന്നെ പഠിച്ചിറങ്ങി ഉടനെ തന്നെ വലിയ വലിയ പാക്കേജുകളോട് കൂടിയിട്ടുള്ള ജോലിയല്ല നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടുന്നുണ്ടാവുക. പകരം ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കാം. PhDക്ക് പോകാം, നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ പല ഫേമസ് ലബോറട്ടറികളിലും വേൾഡിലെ തന്നെ പല ഫേമസ് കോളേജുകളിലൊക്കെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോളിൽ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ഓക്കെ, ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് BSMS 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ബാച്ചിലർ ഓഫ് സയൻസും മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറയുന്ന രണ്ട് പ്രോഗ്രാംസും UG ആൻഡ് PG എന്ത് ചെയ്യണം, 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു സിംഗിൾ അഡ്മിഷനിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ്, എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസസ്, കെമിക്കൽ, ഡേറ്റാ സയൻസ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഡിസിപ്ലിൻസ് അവൈലബിൾ ആണ്. 4 വർഷം മാത്രം എടുക്കുന്ന BS പ്രോഗ്രാമുണ്ട്, അതിലാണ് ലാസ്റ്റത്തെ 2 എണ്ണം ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐസറുകൾ ഒരുപാടുണ്ട്. എല്ലാ ഐസറുകളിലും എല്ലാം ഓഫർ ചെയ്തോളണമെന്നില്ല. നമുക്ക് ഓരോരോ ഐസറുകളായിട്ട് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഐസറുകൾ എടുത്ത് നോക്കാം. അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഐസർ പൂനെയാണ്. വളരെ ഫേമസ് ആയ ഏറ്റവും ബെസ്റ്റ് ഐസറുകളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് ഐസർ പൂനെ. അപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് BSMS ഉണ്ട്, അതുപോലെ PhD കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റഡ് PhD ഉണ്ട്, MSc പ്ലസ് PhD ഒരു സിംഗിൾ കോഴ്സായിട്ട് അവൈലബിൾ ആണ്. ഇനി MSന് മാത്രം ജോയിൻ ചെയ്യേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ പൂനെയിൽ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമുകൾ. കോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ്. ടോട്ടൽ 288 സീറ്റുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഐസർ കൊൽക്കത്തയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഐസർ കൊൽക്കത്തയിൽ വെസ്റ്റ് ബംഗാളിലെ കല്യാണി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഐസർ കൊൽക്കത്ത ഉള്ളത്. അവിടെയും ഇൻ്റഗ്രേറ്റഡ് BSMS ഡിഗ്രി തന്നെയാണ് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. PhD ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് PhD ഉണ്ട്, പോസ്റ്റ് ഡോക്ടറേറ്റ് നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. MS ഉണ്ട്. കോഴ്സസ് ഓഫേർഡും സിമിലർ തന്നെയാണ്, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി, എർത്ത് സയൻസ്. 250 സീറ്റ്സ് ആണ് ടോട്ടലി ഉള്ളത്. നെക്സ്റ്റ് ഐസർ മൊഹാലി. ഐസർ മൊഹാലി എന്ന് പറയുന്നത് പഞ്ചാബിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ BSMSും PhD ആൻഡ് ഇൻ്റഗ്രേറ്റഡ് PhD മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. ഈ കാണുന്ന കോഴ്സസ് എല്ലാം അവിടെ ഉണ്ട്, ഈ ഡിസിപ്ലിൻസ് എല്ലാം അവിടെ ഉണ്ട്. ടോട്ടൽ 250 സീറ്റ്സ് ആണുള്ളത്. നെക്സ്റ്റ് ഐസർ ഭോപ്പാൽ. ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യുന്ന മറ്റൊരു ലൊക്കേഷനാണ് ഐസർ ഭോപ്പാൽ. അവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ നമ്പർ ഓഫ് സീറ്റുകളും അതുപോലെ തന്നെ സിമിലർ കോഴ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ എഞ്ചിനീയറിംഗ് സയൻസും എക്കണോമിക് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള BSMS പ്രോഗ്രാമും കൂടെ എവിടെ അവൈലബിൾ ആണ്, ഐസർ ഭോപ്പാലിൽ അവൈലബിൾ ആണ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഈവൻ ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സസ് അടക്കം എവിടെ അവൈലബിൾ ആണ്, മധ്യപ്രദേശിലെ ഐസർ ഭോപ്പാലിൽ അവൈലബിൾ ആണ്. ഐസർ തിരുപ്പതി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, തിരുപ്പതിയിലും നമുക്ക് സിമിലർ പ്രോഗ്രാമുകൾ കാണാം. അവിടെ BSMSും PhD മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു കോളേജുകളുടെ ഒരു പൾസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഇത് പഠിച്ചിറങ്ങി ഉടനെ തന്നെ ജോലിക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ആളുകൾക്കുള്ളതല്ല. പകരം സയൻസ് ഇഷ്ടമുള്ള ചില ആളുകൾക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതിൻ്റെ ആപ്ലിക്കേഷനിലേക്കോ എഞ്ചിനീയറിംഗിലേക്കോ ഒന്നും പോവാതെ ആ സബ്ജക്റ്റിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഇത്തരം ക്യാമ്പസുകൾ ചൂസ് ചെയ്യേണ്ടത്. ഐസർ ബെർഹംപൂർ എന്ന് പറയുന്ന കോളേജുകളുണ്ട്, അത് ഒഡീഷയിലാണ്. 180 സീറ്റുകളാണ് അവിടെ ഉള്ളത്. പിന്നുള്ളത് ഐസർ ട്രിവാൻഡ്രം. നമ്മുടെ കേരളത്തിൻ്റെ ട്രിവാൻഡ്രത്ത് എന്തുണ്ട്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്വന്തം ക്യാമ്പസിൽ തന്നെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഐസർ ട്രിവാൻഡ്രം ഉണ്ട്. അവിടെ BSMS അതുപോലെ MS ഉണ്ട്, പിന്നെ PhD കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. 320 സീറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി കണ്ട ഐസറിനേക്കാളൊക്കെ നമ്പർ ഓഫ് സീറ്റ് കുറച്ച് കൂടുതലാണെന്ത് ട്രിവാൻഡ്രത്ത്. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി ഈ 4 സബ്ജക്റ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഐസർ ട്രിവാൻഡ്രത്ത് ഉള്ളത്. ഓക്കെ, സോ ടോട്ടലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഐസറുകളിലായിട്ട് നിങ്ങൾക്ക്
ഇതാ 1818 സീറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും, റൈറ്റ്. അതിലേറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. BS പ്രോഗ്രാമുകൾ എടുക്കുകയാണെങ്കിൽ 4 വർഷത്തെ പ്രോഗ്രാമുകൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഐസർ ഭോപ്പാലിൽ 84 സീറ്റുകൾ, എഞ്ചിനീയറിംഗ് സയൻസിനും എക്കണോമിക് സയൻസിന് 31 സീറ്റുകളുണ്ട്. ഇത്രയും സീറ്റുകളാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഐസറുകളിലൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്ങനെയാണ് ഇനി ഇവിടെ അഡ്മിഷൻ നേടുന്നത്? അപ്പോൾ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റിൽ പെടുന്ന ആളാണ് ആരും ഐസറുകളും. അവിടേക്കുള്ള അഡ്മിഷൻ എങ്ങനെ നേടിയെടുക്കാം? അതിനുള്ള എക്സാമാണ് IAT, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമ്മുടെ JEE എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കീം, ബിറ്റ്സാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഐസറുകളിലേക്ക് മാത്രമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണിത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഈ വർഷം ഇത് എഴുതാൻ പോകുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാകും. ഭാവിയിൽ ഇത് എഴുതാൻ പോകുന്ന 10th കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് 12 എന്ത് ചെയ്തിട്ടുണ്ടാവണം? 2022 അല്ലെങ്കിൽ 23 24 പാസ്സായിട്ടുണ്ടാവണം. ഈ വർഷം എഴുതുന്ന ആളുകൾക്കുള്ളതാണ്. ഓക്കെ, 2024 ഐസർ എഴുതാൻ പോകുന്ന ആളുകൾക്ക് 22 3 4 ഈ 3 വർഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം. എന്ന് വെച്ചാൽ അതിനും പിറകിൽ +2 കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു അറ്റംപ്റ്റ് എഴുതാൻ സാധിക്കില്ല. മസ്റ്റ് ഹാവ് പെർസ്യൂഡ് സയൻസ് സ്ട്രീം ഫ്രം എ COBSE റെക്കഗ്നൈസ്ഡ് ബോർഡ്. ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡിൽ നിന്ന് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സയൻസ് സ്ട്രീമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ മസ്റ്റ് ഹാവ് ടേക്കൻ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സ്, ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. ഈ 3 സബ്ജക്റ്റുകളും നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തിരിക്കണം? ഈ 3 എന്തായാലും എടുക്കും: ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സ് എമംഗ് PCMB. PCMBയിൽ 4 അറ്റ്ലീസ്റ്റ് 3 എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. SC ST PWD കാൻഡിഡേറ്റ്സ് റിക്വയർ എ മിനിമം ഓഫ് 55% അഗ്രിഗേറ്റ് ഇൻ ക്ലാസ് 12 ഓർ ഇക്വലൻറ്റ്. അതർ കാറ്റഗറീസ് റിക്വയർ എ മിനിമം ഓഫ് 60% കൂടെ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ഈ ഒരു എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ച് നോക്കാം. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും 4 നിന്ന് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ബയോളജി പഠിച്ചേ പറ്റൂ. IAT എഴുതിയിട്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് ഐസറിലേക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 സബ്ജക്റ്റുകളും സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉണ്ടായിരിക്കുക. കറക്റ്റ് ആൻസറിന് 4 മാർക്ക്, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് ആണെങ്കിൽ -1. ടോട്ടൽ 240 മാർക്കിൻ്റെ എക്സാമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സിലബസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 240 എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, മറക്കരുത്. അപ്പോൾ അതിൽ ഓരോരോ ഡിഫറെൻറ്റ് IACകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐസറുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IAT എക്സാമിൽ നമ്മുടെ IAT എന്ന് പറയുന്ന എക്സാം ഉപയോഗിച്ചിട്ട് ആക്ച്വലി IASCയിലെയും IIT മദ്രാസിലെയും കുറച്ച് സെലക്റ്റഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഉണ്ട്. ഓക്കെ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ട് IASCയിലെയും IITM-ലെയും മദ്രാസിലെയും 1-2 സെലക്റ്റഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഉണ്ട്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമ്മുടെ ട്രിവാൻഡ്രം ഐസറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും 110 മുതൽ 120 മാർക്ക് വരെയാണ് കട്ട് ഓഫ് ആയിട്ട് ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ 240 മാർക്കിൻ്റെ എക്സാമിൽ പകുതി വാങ്ങിയാൽ നമുക്ക് TVM ട്രിവാൻഡ്രത്ത് അതിലേക്ക് അഡ്മിഷൻ കിട്ടും. ഇനി ഏറ്റവും ഡിമാൻഡുള്ള ഐസറുകൾ എന്ന് പറയുന്നത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, പൂനെയൊക്കെയാണ്. പൂനെയിലൊക്കെ കൂടുതൽ മാർക്ക് വേണം. അതുപോലെ തന്നെയാണ് കൊൽക്കത്തയിലും കൂടുതൽ മാർക്ക് വേണം അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇനി ഡിഫറെൻറ്റ് കാറ്റഗറിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ മിനിമം കട്ട് ഓഫിൻ്റെ മാർക്ക് കുറഞ്ഞു വരും. 2023 ഡാറ്റയാണത്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാമും ശരിക്ക് എയിം ചെയ്യുന്നത് മുൻപായിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ എക്സാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇനി ഈ വർഷം എഴുതാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്യുകയാണ്. ഏപ്രിൽ 1 മുതൽ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എക്സാമിൻ്റെ. മെയ് 13 അത് ക്ലോസ് ചെയ്യും. കറക്ഷൻ വിൻഡോ ഒരു 2 ദിവസം അവൈലബിൾ ആയിരിക്കും. ഹോൾ ടിക്കറ്റ് ജൂൺ 1 റിലീസ് ചെയ്യും. ജൂൺ 9 എക്സാം ഉണ്ടായിരിക്കുക. IATയുടെ റിസൾട്ട് വരുന്നത് ജൂൺ 25 ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ ജൂലൈയിലാണ്. അപ്പോൾ ജൂലൈയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐസറിലേക്കുള്ള അഡ്മിഷൻ ലോക്ക് ചെയ്യാൻ പറ്റും. എക്സാം എഴുതാൻ വേണ്ട ആപ്ലിക്കേഷൻ ഫീ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം, 2000 രൂപ. അതുപോലെ തന്നെ PWD SC ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1000 രൂപ മതി. ഇനി അവിടെ പഠിക്കുന്ന ആളുകൾക്ക് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 5 lakh rupees അവിടുത്തെ ടോട്ടൽ ഫീസ്. മൊത്തം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട 5 വർഷത്തേക്കുള്ള ഫീസ് എന്ന് പറയുന്നത്. അതിൽ ചില സ്കോളർഷിപ്പുകൾ, ഇൻസ്പയർ സ്കോളർഷിപ്പ് പോലെയുള്ള പല സ്കോളർഷിപ്പുകളും കിട്ടുന്ന ആളുകളുണ്ട്. ഓൾസോ സ്കോളർഷിപ്സ് ദാറ്റ് ക്യാൻ ഗെറ്റ് അപ് ടു 50% വെയ്വർ. പല ആളുകൾക്കും പല സ്കോളർഷിപ്പുകൾ എന്ത് ചെയ്യാറുണ്ട്? ഐസറുകളിൽ പഠിക്കുന്ന ആളുകൾക്ക് കിട്ടാറുണ്ട്. ഇനി പ്ലേസ്മെൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്തില്ല ഇവിടെ ഫോർമലി ഒരു പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം ഇല്ല. അപ്പോൾ IITകളിലൊക്കെ പഠിച്ചിറങ്ങുന്നതിന് മുൻപ് എങ്ങനെ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്ലേസ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടീം തന്നെയുണ്ട്. ആ കോളേജിലെ തന്നെ സ്റ്റുഡൻസ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവരാണ് കമ്പനികളൊക്കെ വിളിച്ച് ഒരു പെർട്ടിക്കുലർ സീസണിൽ അവിടെ കൊണ്ടുവന്നിട്ട് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രോഗ്രാം ഇവിടെ ഇല്ല. കാരണം ഇതെന്താണ്? റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന ആളുകളാണ് കൂടുതലും ഇവിടെ ജോയിൻ ചെയ്യുന്നത്. മോസ്റ്റ് സ്റ്റുഡൻസ് ഗോ ഫോർ PhD ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് എവിടെയൊക്കെയാണ്?
അപ്പോൾ നമ്മുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് TIFR പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ IISc റിസർച്ചിന് പോകുന്ന ആളുകളുണ്ട്. ഇനി അതല്ല ഫോറിൻ കൺട്രീസിലേക്ക് MIT, മാക്സ് പ്ലാങ്ക് പോലെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നവരുണ്ട്. ജപ്പാൻ പോലെയുള്ള US, യൂറോപ്പ്, ലോകത്തിലെ പല രാജ്യങ്ങളിലും പല യൂണിവേഴ്സിറ്റീസിലേക്ക് ഐസർ പഠനം കഴിഞ്ഞിട്ട് റിസർച്ചിന് വേണ്ടി പോകുന്ന ആളുകൾ ഉണ്ട്. എഞ്ചിനീയറിംഗ് സയൻസ് വിൽ ഹാവ് പ്ലേസ്മെൻറ്റ് സെഷൻസ്. അതിൽ എഞ്ചിനീയറിംഗ് സയൻസസ് എന്ന് പറയുന്ന ആ ഒരു ഡിസിപ്ലിനിൽ മാത്രമാണ് പ്ലേസ്മെൻറ്റ് സെഷൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഐസറുകളെ കുറിച്ച് അറിയേണ്ട ഡീറ്റെയിൽസ്. പ്രത്യേകിച്ച് 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിയാൽ അറിയാം, ഒരുപാട് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനെയും കുറിച്ചും അവെയർ ആയിക്കൊണ്ടിരിക്കുക. IITs, NITs, എയിംസ്, ജിപ്മർ മാത്രമല്ല, അതുകൂടാതെയും സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയിൽ ഒരുപാട് നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഇനിയും ഇതുപോലത്തെ കോളേജുകളെക്കുറിച്ചും അതുപോലെ തന്നെ കോഴ്സുകളെക്കുറിച്ചും ക്യാമ്പസുകളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, ഐസറിൽ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ വർഷം ഐസർ എഴുതാൻ സാധ്യതയുള്ള അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സും കൂടെ, നിങ്ങളുടെ ഒരു ആഗ്രഹം കൂടെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.